ഹലോ ഗൈസ്, വെറും 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഈസി ജെല്ലി പുഡിംഗ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ സ്ട്രോബെറി ഫ്ലേവർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഫ്ലേവർ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വേണ്ട ഇൻഗ്രീഡിയൻസ് 2 പാക്കറ്റ്സ് ഓഫ് ഫ്രഷ് ക്രീം, 2 പാക്കറ്റ്സ് ഓഫ് ജെല്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ, പിന്നെ 1 ടിൻ കണ്ടൻസ് മിൽക്ക്. ആദ്യം നമുക്കൊരു ബൗളിൽ 2 പാക്കറ്റ് ജെല്ലി പൗഡർ ആഡ് ചെയ്യാം. ഇതിൽ ഒരു പാക്കറ്റിൽ 2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ 2 പാക്കറ്റ് എടുക്കുന്നത് കൊണ്ട് തന്നെ 4 കപ്പ് ഹോട്ട് വാട്ടർ ആഡ് ചെയ്യുക. ഹോട്ട് വാട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കുക, പല ജെല്ലി പൗഡേഴ്സിനും ഇൻസ്ട്രക്ഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. എപ്പോഴും അതിൻ്റെ ബാക്കിൽ ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് മാത്രം നമ്മൾ വാട്ടർ ആഡ് ചെയ്യുക. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി 4 കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി കൂളാവുന്നത് വരെ നമുക്കിത് ഫ്രീസ് ചെയ്യാം. ഇനി നമുക്ക് ജെലറ്റിൻ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓഫ് ജെലറ്റിൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഹോട്ട് വാട്ടറിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കുക. അപ്പോൾ അത് താനെ അലിഞ്ഞോളും. ഈ വീഡിയോയിൽ എൻ്റെ കൂടെ ഒരാളുകൂടി ജോയിൻ ചെയ്യുന്നുണ്ട്, മൈ ടൈനി ലിറ്റിൽ ഹെൽപ്പർ, മൈ സൺ ജോന്. സോ മിക്സിങ് പ്രോസസ്സ് എല്ലാം ജോനെ ആയിരിക്കും ഇനി ചെയ്യുന്നത്. ജെല്ലി മിക്സ് എല്ലാം ഇപ്പോൾ നന്നായിട്ട് കൂളായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. 2 പാക്കറ്റ്സ് ഓഫ് ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ആദ്യം 1 പാക്കറ്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അടുത്ത പാക്കറ്റ് ആഡ് ചെയ്യുക. എല്ലായിടവും ഈവനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പുഡിംഗ് ഉണ്ടാക്കാൻ ആക്ച്വലി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒരു വിസ്ക് മതി. ലംസ് ഇല്ലാതെ നന്നായി മിക്സ് ചെയ്യുക, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ജോൻ ഉള്ളതുകൊണ്ട് എനിക്ക് മിക്സിങ് വളരെ ഈസിയാണ്. ഇനി നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക്, കുറച്ചല്ല ഒരു ഫുൾ ടിൻ ഓഫ് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നന്നായി മിക്സ് ചെയ്യുക. ഇനി മെൽറ്റ് ചെയ്ത് വെച്ച് ജെലറ്റിൻ ആഡ് ചെയ്യാം. ജെലറ്റിൻ ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ജോനെ മിക്സ് ചെയ്ത് അവസാനം എനിക്ക് വിസ്ക് തരാതെയായി. ഇതിനിടയിൽ അവൻ എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ തന്നെ കഴിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ല, ഇതെന്തായാലും 24 hours വയ്ക്കണം, എന്നിട്ട് മാത്രമേ കഴിക്കാൻ പറ്റൂ. അതാണ് ഇടയ്ക്കിടയ്ക്ക് അവൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവൻ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് കണ്ടൻസ് മിൽക്കൊക്കെ കൊടുത്ത് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയേക്കാണ്. ഇനി നമുക്കിതൊരു ട്രേയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ട്രേയോ ബൗളോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ട്രേ ആണ് യൂസ് ചെയ്യുന്നത്, കുറച്ചുകൂടി കൺവീനിയൻ്റായി കട്ട് ചെയ്തെടുക്കാൻ. ട്രേ ഇല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി ഇത് നൈലോൺ റാപ്പ് ചെയ്തതിന് ശേഷം ഒരു 24 hours എങ്കിലും നമുക്കിത് ഫ്രീസ് ചെയ്യരുത്, റെഫ്രിജറേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് നന്നായി സെറ്റായിട്ടുണ്ട്. നമുക്കിനി കട്ട് ചെയ്തിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.